ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. നമുക്ക് നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, ആർക്കും റെസനേറ്റ് ആവാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് വാൻഡ്സ് ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് എംബറർ ആണ്. എംബ്രക്സ് ആണ്. 6 ഓഫ് വാൻഡ്സ്, 7 ഓഫ് കപ്സ്, ഏസ് ഓഫ് സോൾസ്, പേജ് ഓഫ് വാൻഡ്സ്, 6 ഓഫ് പെൻറ്റിക്കിൾ. വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തബോധം എന്നാണ് അർത്ഥം. അതായത് അവർ കഠിനാധ്വാനം ചെയ്യാണ്. അതേപോലെ തന്നെ സമ്മർദ്ദം, അവരുടെ തോട്ട്സാണ് കേട്ടോ ഞാൻ പറയണേ. ഒരു ഉത്തരവാദിത്ത ബോധം അതൊക്കെ ഉണ്ട്. പക്ഷേ അവർ തോട്ട്സിൽ ഭയങ്കര ഭാരമായിട്ടാണ് തോന്നുന്നത്. റെസ്പോൺസിബിലിറ്റി, ഹാർഡ് വർക്ക്, സ്ട്രെസ്, അച്ചീവ്മെൻറ്റ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരിത്. പക്ഷേ അവർക്കത് ഇപ്പോൾ ഒരു ബാഡായിട്ടാണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളെപ്പറ്റിയുള്ള ആ ഒരു എന്തോ ഒരു തോട്ട്സ് അത് അവർക്ക് ബാഡായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട്, നിങ്ങളുടെ പേഴ്സണ് അവർക്ക് സ്നേഹമുണ്ട്. മിതത്വം പാലിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ വൈകാരിക അറ്റാച്ച്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. പൂർത്തീകരണം. ഇവിടെ ഫയറാണ്, എലമെൻ്റാണ്, വ്യാഴാണ്. ഓക്കെ, ബാലൻസിൽ വരണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ബാലൻസിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഒരു മേജർ അർക്കാന കാർഡ് ആയതുകൊണ്ട് തന്നെ സ്ഥായിയായിട്ടുള്ളൊരു ഭാവമാണ്. അതായത് സ്ഥിരമാണ്, ഇതിനൊരു മാറ്റമില്ല. ഒരു മിതത്വം, നല്ല രീതിയിൽ പോകണം. പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ ഒരു മദറായിരിക്കാം, സിംഗിൾ മദറായിരിക്കാം. അതേപോലെ തന്നെ ചിലർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവാം, കാമുകന്മാരുണ്ടാവാം, വാട്ടവർ. ഓക്കെ, ഇവിടെ പ്രഗ്നൻസി ഇതുണ്ട്, ആ ഒരു ചാൻസും കൂടെ ഇവിടെ കാണുന്നുണ്ട്. അവർ പ്രഗ്നൻസ് കീപ്പ് ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ സിംഗിൾ മദറായിട്ടും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അവരാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നോക്കാം. അവിടെ ഒരു വിജയം വേണമെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ലേഡി ഭയങ്കര മെച്യൂരിറ്റി ആൻഡ് സ്ട്രെങ്ത്ത്, ഫിനാൻഷ്യൽ ബാലൻസിങ് ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്നത് ആരും ആവട്ടെ, അവനോ അവളോ ആരെങ്കിലും ആവട്ടെ, അവർ ഭയങ്കര മെച്യൂരിറ്റി പവറുള്ളവരും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേബിളായിട്ടുള്ളൊരു വ്യക്തിയും കൂടാണ്. പിന്നെ ആണെങ്കിൽ ഭയങ്കര ഇൻഫ്ലുവൻസറാണ്, പിന്നെ ഒരു മദറാണ്. പിന്നെ അവർ ഇപ്പോൾ വിചാരിക്കുന്ന ഒരു വിജയം വേണം, ഈ സ്നേഹത്തിനൊരു അവർക്കൊരു വിജയം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊന്ന് നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ചിലർ തയ്യാറെടുക്കുന്നുണ്ടാവാം. പിന്നെ 7 ഓഫ് കപ്സ്, അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, പക്ഷെ അവരെടുക്കണില്ല. ഏസ് ഓഫ് സോൾസ്, ഒരു ന്യൂ ബിഗിനിങ് വേണം. പിന്നെ നിങ്ങളെ കാണാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അത് ചിലവർക്ക് മാത്രം കേട്ടോ. പിന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്നും കാണിക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പവറിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്കും അട്രാക്റ്റ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങളും കൂടുതലും അങ്ങോട്ടേക്കാണ് അട്രാക്റ്റ് ആവുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ
അവരുടെ ജീവിത അനുസൃതമായിട്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനുകൾ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയായിരിക്കാം, അവരുടെ എന്തും ആയിരിക്കാം. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ആകർഷണവും ഇണയോടുള്ള ഒരു യഥാർത്ഥ പ്രണയം കണ്ടെത്തുക, യഥാർത്ഥ പ്രണയം മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. യഥാർത്ഥ പ്രണയം എന്താണെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ആ ഒരു വ്യക്തിയോടുള്ള പ്രണയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ അവരും നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്വതന്ത്ര ആത്മാവ് ഫ്രീ സ്പിരിറ്റ് എന്നല്ല പറയും. അതേപോലെ സ്വതന്ത്രമായിട്ട് അവർ എന്താ പറയുക, ഒരു വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സ്വന്തമായിട്ട് ആരൊരു ശല്യം ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയും കൂടാണ്. ഇവിടെ ഫയറാണ്, ഏരീസ്, ചിങ്ങം, ധനു, അതായത് എലമെൻറ്റിൻ്റെ ആണ് കേട്ടോ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആവേശമാണ്, എന്തും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആവേശം കൂടി അവിടെ കാണുന്നുണ്ട് അവർ. ഇവിടെ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കാനും, അതായത് ചാരിറ്റി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് എല്ലാവരെയും സഹായിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് നൽകുക, ഇങ്ങനെയുള്ള ഒരു തോട്ടം കൂടെയാണ് ഇവർക്കുള്ളത്. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പ്രണയിക്കുന്നത് ആൾ, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം. എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവർക്കും നല്ല രീതിയിൽ സഹായിക്കണം, ചാരിറ്റി ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷേ അവർക്ക് എപ്പോഴും നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടായിരിക്കാം. ഇതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് തോന്നുന്നില്ല, തൊട്ടടുത്തുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് തോന്നുന്നത്. ചിലത് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ചിലവർക്ക് കാണുന്നുണ്ട്, ചിലവർക്ക് കാണുന്നില്ല. അവർ തൊട്ടടുത്തുള്ളൊരു പോലെ, ചിലപ്പോൾ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും, നാട്ടിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീത്വം, ലോലിനെസ്, വെർത്ത്, നൈറ്റ്, അതായത് കൈൻഡ്നെസ്, ദയ, സെൻസിറ്റീവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂചിപ്പിക്കുന്നതാണ്. അവരെപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെന്താ ചെയ്യണേ, നിങ്ങളെന്താ ഇതാക്കണേ എന്നുള്ളത്. ഓക്കെ, അവരെപ്പോഴും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിരിക്കാം, എപ്പോഴും ഇങ്ങനെ നിങ്ങളെങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കാവും. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ക്യൂവിൻ്റെ ആ ഒരു എനർജിയിൽ നിൽക്കുക. അവർക്ക് വേണമെങ്കിൽ അവർ വരട്ടെ, സ്റ്റാൻഡ് എടുക്കട്ടെ, നിങ്ങളതിന് വെറീഡാവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കാര്യങ്ങൾ തുറന്ന് പറയണം. അതേപോലെ തന്നെ സ്റ്റാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് സ്റ്റാൻഡ് എടുക്കുക. അതേപോലെ കാര്യങ്ങൾ പറയുമ്പോഴും എന്തായാലും ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും അങ്ങോട്ടും റെസ്പോൺസിബിലിറ്റിയും റെസ്പെക്റ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാളും അങ്ങോട്ട് തുല്യമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്റ്റൊക്കെ ഒരു കാണിക്കുന്നൊരു എനർജിയും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യൂവിൻ്റെ എനർജിയിൽ നിൽക്കുക. അല്ലെങ്കിൽ ഇത് പുരുഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ഒരു കിങ്ങിൻ്റെ എനർജിയിൽ നിൽക്കുക. ഓക്കെ, അവർ വരും. നമ്മളൊരു റിലേഷൻഷിപ്പ് രണ്ട് നിലയിലും തുല്യമായിട്ട് നിൽക്കുമ്പോഴേ അതിനൊരു ഭംഗിയുണ്ടോ. ഒരാളിങ്ങനെ കൊടുത്തും കൊണ്ട് ഒരാൾ സ്വീകരിച്ചും കൊണ്ട് നിന്നാൽ അതിലൊരു സുഖം ഉണ്ടാവില്ല അല്ലേ. അതാണ് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇവിടെ മിതത്വം വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഒരു തുല്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് നിങ്ങൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരോട് നല്ല രീതിയിൽ പെരുമാറുക. ഓക്കെ, നിങ്ങളുടെ സ്നേഹം ഇവിടെ പ്രകടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു വാച്ചിങ് ഫോർ നൗ. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. God bless you all. Thank you.